നമസ്തേ. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞുപോയ കുറ്റത്തിന് നെപ്പിൾസിലെ ജിയോഡാനോ ബ്രൂണോ എന്ന പാഗൻ വിശ്വാസിയെ AD 1600 താങ്കളുടെ മതകോടതി പച്ചയ്ക്ക് തീ കൊളുത്തി കൊല്ലുമ്പോൾ ഇങ്ങ് കിഴക്കൻ ഭാരതത്തിൽ നവീന സാങ്കേതിക വിദ്യയിലൂടെയുള്ള ജലചക്രം ഉപയോഗിച്ച് കർഷകർ തങ്ങളുടെ ഗോതമ്പ് പാടത്ത് ജലസേചനം നടത്തുകയായിരുന്നു. അവിടെ നിന്ന് കുറെ കൂടി തെക്കുമാറി ചിദംബരം എന്ന സ്ഥലത്ത് ഭൂമിയുടെ കാന്തിക രേഖയുടെ മധ്യത്തിലായി 1000 കാൽത്തൂണുകളുള്ള രാജ്യസഭയും ദിനം തോറുമുള്ള ഒരു മനുഷ്യന്റെ ശരാശരി ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന 21,600 സ്വർണ്ണ കിടക്കകളോടുകൂടിയ ശ്രീകോവിൽ ചിൽസഭയും നവദ്വാരങ്ങളായ 9 പ്രവേശന കവാടങ്ങളോടും കൂടിയ വാസ്തുശില്പരംഗത്തെ അത്ഭുതമായ ചിദംബര ക്ഷേത്രത്തിന്റെ പണികൾ പുരോഗമിക്കുകയായിരുന്നു. സൂചിപ്പിച്ചത് സഭയ്ക്ക് ബുദ്ധിവികാസം ഉണ്ടാകുന്നതിന് മുൻപ് ഭാരതത്തിലെ ഹൈന്ദവ സംസ്കാരം ആർജിച്ച ഭൗതികപരമായ വളർച്ചയെക്കുറിച്ചാണ്. വേണമെങ്കിൽ കാലചക്രത്തെ അച്ഛൻ പഠിച്ചു വെച്ചിരിക്കുന്ന ആര്യൻ ഇൻവാൻഷനും അപ്പുറത്തേക്ക് പായിക്കാം. ഹിന്ദു വിശ്വാസ സമൂഹത്തിന്റെ പൂർവികരുടെ ഫോസിലുകൾ നമുക്ക് പരതാം. അതിൽ യഹൂദിയായിലെ മരപ്പണിക്കാരനായ ജോസഫിന്റെ ഒരു പുത്രൻ ഇവിടെ നിന്നും സ്വായത്തമാക്കിയ വേദ മന്ത്ര ജ്ഞാനതന്ത്രങ്ങളെ കുറിച്ചും തിരയാം. തിരുവസ്ത്രമണിഞ്ഞ് കാലഘട്ടങ്ങളെ വിശദീകരിക്കാൻ തുനിയുമ്പോൾ കുറെ കൂടി വസ്തുതകളിലെ അവധാനം ആർജിക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ താങ്കൾക്കല്ല, തിരുവസ്ത്രത്തിനാണ് മാനക്കേട്. താങ്കൾ ഉദ്ദേശിക്കുന്ന ആര്യൻ ഹിന്ദു അധിനിവേശത്തിന് എന്ത് ആധികാരികമായ തെളിവാണ് താങ്കളുടെ പക്കലുള്ളത്? ഇവിടെ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്ന വിഷയം പ്രലോഭനങ്ങളിലൂടെയുള്ള മതപരിവർത്തനമാണ്. അത് നിയമവിരുദ്ധമാണ്, പ്രതിഷേധിക്കേണ്ട ഒന്ന് തന്നെയാണ്. നോക്കുക, അടുത്തിടെ റിലീസായ കാന്താരയിലെ പഞ്ചുരുളി വെറുമൊരു ഗോത്രമിത്തല്ല, തൊട്ടാൽ ചോര പൊടിയുന്ന വിശ്വാസ സൈഗന്ധമാണ്. അത്തരം വിശ്വാസ സങ്കല്പത്തിന്റെ നീലക്കുറിഞ്ഞുങ്ങൾ പൂത്തിറങ്ങി നിൽക്കുന്ന കരിമേടുകളാണ് കേരളത്തിലെ ഇടമലക്കുടിയായാലും കുറിച്യൻ മലയായാലും അട്ടപ്പാടി ആയാലും അഗസ്ത്യാർ മലയായാലും പുലപ്രക്കുന്നായാലും കർണാടകയിലെ കുന്തരാപുരയായാലും ഇനി വടക്കേന്ത്യയിലെ ദത്തേവാഡയോ ബസ്തറോ ദുർഗയൊക്കെയോ. ആ മലമേടുകളിലെ പഞ്ചുരുളി മൂർത്തിയായ അപ്പൂപ്പനും മാടനും മറുതയും പേയും മുത്തനും മുത്തിയും ഒരേ ഗന്ധവും നിറവുമുള്ള ചോരയിൽ പാദമൂന്നി മരത്തോൽ പുതച്ച് മരമഞ്ഞൾ പൊടിയിൽ ആറാടി കുങ്കുമത്തിലകം തൊട്ട് കൗങ്ങിൻ പൂക്കലക്കാറ്റേറ്റ് തത്തപ്പച്ച താമ്പൂലത്തിന്റെയും ചാരത്തിന്റെ ഉന്മാദത്തിൽ ഗുരുതിമേളത്തിൽ പുറം മിഴികൾ പൂട്ടി അകക്കൺ തുറന്ന് ഭൂമി പ്രപഞ്ചത്തിലെ 38 മുക്കോടി മലകളുടെയും കാന്താരകളുടെയും അവയിലെ പൈതങ്ങളുടെയും സംരക്ഷകനായി നിലകൊള്ളുന്നത്. ആ അനുഷ്ഠാനങ്ങൾക്കും ഉപാസനകൾക്കും ഒരു താളമുണ്ട്. അവയുടെ ലയത്തിൽ വനവാസികളുടെ പ്രാണവായുണ്ട്. ആ താളത്തിലാണ് നമ്മുടെ നഞ്ചിയമ്മ പാടുന്നത്. ആ താളത്തിലാണ് കാട്ടുചോലകൾ ഒഴുകുന്നത്, കാട്ടുതേനീച്ചകൾ നൃത്തം വെക്കുന്നത്. ഏതെങ്കിലും ഒരു ഊരിന്റെ കാതൽക്കപ്പുറം നിന്ന് നമ്മൾ ചെവിയോർത്താൽ മലയിറങ്ങി വരുന്ന ആ താളം കേൾക്കാം. ആ ആവാസ വ്യവസ്ഥയിൽ നിന്നാണ് ഈ കാട്ടുപൈതങ്ങളെ മൈദയും റൊട്ടിയും മരക്കുരിശും കാട്ടി ചില പ്രൊഫഷണൽ ഇവാഞ്ചലിക്കൽ ഫ്രോഡുകൾ കൊന്തയുടെ വഴിയിലേക്ക് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകുന്നത്. കൊന്തയിട്ട നാച്യമ്മ വല്ലാത്തൊരു അപലക്ഷണമായിരിക്കില്ലേ? അതുപോലെ നൈസർഗികമായ പരിസരങ്ങളിൽ നിന്നും ഇഴചേർന്ന ദൈവിക പ്രമാണങ്ങളിൽ നിന്നും നിഷ്കളങ്കരായ ഒരു കൂട്ടരുടെ വേരുകൾ അടർത്തി മാറ്റി അടിമപ്പണിക്കായി കൊണ്ടുപോകുന്നതും ആദിവാസി സംരക്ഷണ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത്തരം പ്രതിലോമകരമായ പ്രലോഭനങ്ങളെ ഒരിക്കലും യേശുക്രിസ്തു പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തോടും ആ തിരുവചനങ്ങളോടും നമുക്ക് അനാദരവില്ല. പക്ഷേ മനുഷ്യന്റെ പതിതാവസ്ഥയെ ചൂഷണം ചെയ്ത മതവിപുലീകരണം എന്ന വിഡ്ഢി കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന മിഷണറി ഗ്രൂപ്പുകളെ എതിർക്കുക തന്നെ ചെയ്യും. അതൊരു സ്വാഭാവികമായ പ്രതിവിപ്ലവമാണ്. ഹിന്ദു സമൂഹത്തിന്റെ അതിജീവനത്തിന്റെ പ്രതിരോധമാണ്. ഏതു മേടയിലിരുന്ന് ആര് അലറിയാലും പ്രബുദ്ധ സമൂഹം ഗൗനിക്കില്ല. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളായ മെസഡോണിയയിലോ ലിത്വാനിയയിലോ മറ്റോ ജനിച്ച തെരേസ എന്ന കന്യാസ്ത്രീ എന്തിനാണ് കൽക്കത്തയിൽ വന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ലോകത്ത് ഏറ്റവും അധികം അരക്ഷിതാവസ്ഥയും ദാരിദ്ര്യവും വേശ്യാവൃത്തിയും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും നടക്കുന്നത് ഈ പറയുന്ന രാജ്യങ്ങളിലാണല്ലോ എന്ന ചോദ്യം ഒരിക്കൽ ഉന്നയിച്ചത് MB കാമത്തും അജോയ് ബോസിനെ പോലുള്ള പത്രപ്രവർത്തകരായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. അക്കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൗനമായിരുന്നു തെരേസയുടെ പശ്ചാത്തലത്തിലുള്ള മതപരിവർത്തനത്തിന്റെ കുറിച്ച്. ആ പ്രക്രിയ അനുസൃതം തുടരാമെന്ന് കോട്ടയത്തു നിന്നും പാറശാലയിൽ നിന്നും വടക്കോട്ട് വണ്ടി കയറുന്ന വിയർപ്പിന്റെ അസുഖമുള്ള പാസ്റ്റർമാരും മേലനങ്ങുള്ള പണികൾ വശമില്ലാത്ത കുഞ്ഞാടുകളും കരുതിയെങ്കിൽ നിങ്ങൾക്കു തെറ്റി. ന്യൂട്ടന്റെ തേർഡ് ലോ അഥവാ പ്രതിപ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകും. മേടകൾ വെറുതെ വിറകൊള്ളട്ടെ.
അതുകൊണ്ട് തിരുമേനിക്ക് തെറ്റി. സനാതന സംസ്കാരം കുറച്ചെങ്കിലും പഠിച്ചിട്ട് വേണം അച്ചോ ഇമാതിരി തെമ്മാടിത്തരങ്ങൾ പുലമ്പാൻ. ഓർത്തഡോക്സ് സഭയുടെ തലപ്പത്ത് കയറി അടയിരുന്ന ഹിന്ദുക്കൾ ഭാരതത്തിൽ വലിഞ്ഞു കയറി വന്നവരാണെന്ന് ഉളുപ്പില്ലാതെ പറയാൻ ഒരു വട്ടമല്ല 1000 വട്ടം ചിന്തിക്കണം.